ത്രിയേക ദൈവത്തിന് സ്തുതി. നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പൻ ബ്ലെസ്സിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഒന്നിനു പുറകെ ഒന്നായി പരാജയങ്ങൾ മാത്രം നേരിടുമ്പോൾ ഇനി ശ്രമിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന് കരുതി എല്ലാം നിർത്തി പിന്മാറാൻ പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾക്കും കഠിനാധ്വാനങ്ങൾക്കും ഒരു ഫലവും കാണാത്തപ്പോൾ ദൈവം നമ്മെ മറന്നുപോയി എന്ന് കരുതി നമ്മൾ പലപ്പോഴും നിരാശപ്പെടാറുണ്ട്. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ കാത്തിരിപ്പ് എത്ര നീണ്ടതാണെങ്കിലും ലക്ഷ്യത്തിൽ നിന്നും പിന്മാറാതെ നിരന്തരം പോരാടുന്ന ഒരു വ്യക്തിക്ക് സ്വർഗം വലിയൊരു വിജയം വേഗത്തിൽ നൽകുമെന്ന് ഉറപ്പു തരുന്ന ശക്തമായ വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. വിശുദ്ധ ലൂക്കോസ് 18:7-8 വചനം ഇപ്രകാരം പറയുന്നു: ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ ആയാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. സാഹചര്യങ്ങൾ എത്ര വഷളായാലും മനസ്സ് മടുക്കാതെ എങ്ങനെ മുന്നോട്ട് കുതിക്കണമെന്ന് പഠിപ്പിക്കുന്ന ശക്തമായ ഒരു വചനമാണിത്. മനുഷ്യർ എപ്പോഴും മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം, അധ്വാനിക്കണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടി കർത്താവ് സ്ഥിരതയുള്ള ഒരു വിധവയുടെ ഉപമയുടെ ഉപസംഹാരമാണ് ഇത്. ദൈവത്തെയോ മനുഷ്യരെയോ ഭയമില്ലാത്ത ഒരു അക്രമിയായ ന്യായാധിപന്റെ അടുക്കൽ നീതിക്ക് വേണ്ടി ഒരു ദരിദ്ര വിധവ നിരന്തരം ചെന്ന് മുട്ടുന്നതാണ് ഈ കഥ. അവൻ അവളെ പലവട്ടം അവഗണിച്ചെങ്കിലും അവൾ പിന്മാറാൻ തയ്യാറായില്ല. ഒടുവിൽ അവളുടെ ശല്യം സഹിക്കവയ്യാതെ അവൻ അവൾക്ക് നീതി നടത്തി കൊടുത്തു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കർത്താവ് നമ്മോട് അരുളി ചെയ്യുന്നത്. ആ അക്രമിയായ ന്യായാധിപൻ പോലും നിരന്തരമായ മുട്ടൽ കാരണം നീതി നടത്തിയെങ്കിൽ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന മക്കൾക്ക് നീതി നൽകാൻ ദൈവം മടിക്കുമോ? ഈ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്, തോറ്റുകൊടുക്കാൻ തയ്യാറാകാത്തവന്റെ മുമ്പിൽ ഒരു തടസ്സവും അധികകാലം നിൽക്കില്ല. ദൈവം കാരുണ്യവാനാണ്. യേശു ചോദിക്കുന്നു, രാപ്പകൽ നിലവിളിക്കുന്ന. ഇതിന്റെ അർത്ഥം നമ്മുടെ വലിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ രാപ്പകൽ അധ്വാനിക്കുമ്പോൾ താൽക്കാലികമായ കാലതാമസങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ താമസം എന്നാൽ നിഷേധം എന്നല്ല അതിന്റെ അർത്ഥം. അടുത്തതായി യേശു ചോദിക്കുന്ന അതീവ ഗൗരവമേറിയ ഒരു കാര്യമാണ്, മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? പ്രതിസന്ധികൾ നീണ്ടുപോകുമ്പോൾ അവസാനം വരെ മടുത്തു പോകാതെ ആ വിശ്വാസത്തോടെ അടിയുറച്ചു നിൽക്കാൻ എത്ര പേർക്ക് കഴിയും? പലരും പാതി വഴിയിൽ ഇല്ലാതാകുമ്പോൾ അവസാനം വരെ പോരാടാനുള്ള ആത്മവീര്യം നമുക്ക് ഉണ്ടാക്കണം. കാരണം നമ്മുടെ കണ്ണീരിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഓരോ നിമിഷവും കണ്ട് അത്ഭുതകരമായ നീതിയും വിജയവും നൽകുന്നവനാണ് നമ്മുടെ കർത്താവ്. അവന്റെ വഴിയിൽ സ്ഥിരതയോടെ മുന്നേറുന്ന ഒരു വ്യക്തിക്കും ലജ്ജിച്ചു പോകേണ്ടി വരില്ല. അതുകൊണ്ട് ഇനി സാഹചര്യങ്ങൾ കണ്ട് മടുത്തു പോകരുത്. ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുക, കർത്താവ് നമുക്ക് വിജയം നൽകും. ഇതിൽ നിന്ന് പഠിക്കാനുള്ള കാര്യങ്ങൾ, പ്രാർത്ഥനയിൽ ഒരിക്കലും തളരരുത്. ഈ വചനത്തിന്റെ പ്രധാന സന്ദേശം തന്നെ അതാണ്. ദൈവം തൻ്റെ മക്കളുടെ പ്രാർത്ഥന കേൾക്കുന്നു. പലപ്പോഴും നാം പ്രാർത്ഥിക്കും, പക്ഷെ ഉടൻ മറുപടി ലഭിക്കാതിരിക്കുമ്പോൾ നമ്മൾ നിരാശരാകും, മടുത്തു പോകും. ചിലർ പ്രാർത്ഥന തന്നെ നിർത്തും. എന്നാൽ യേശു നമ്മെ പഠിപ്പിക്കുന്ന നിരന്തരമായി പ്രാർത്ഥിക്കും. ഉത്തരം വൈകിയേക്കാം, പക്ഷേ ദൈവം ഒരിക്കലും വൈകുന്നില്ല. അവൻ്റെ കൃത്യസമയത്ത് പ്രവർത്തിക്കുന്നു. അടുത്തത്, ദൈവം നീതിമാനായ ഒരു പിതാവാണ്. ഈ ഉപമയിലെ ന്യായാധിപൻ അനീതിയുള്ളവനായിരുന്നു. എന്നാൽ നമ്മുടെ ദൈവം അങ്ങനെയല്ല. അവൻ സ്നേഹമുള്ള പിതാവാണ്, കരുണയുള്ള പിതാവാണ്, നീതിമാനാണ്, വിശ്വസ്തനാണ്. അപ്പോൾ യേശു വീണ്ടും ചോദിക്കുക, ദൈവം തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് നീതി നടത്തി കൊടുക്കാതെ ഇരിക്കുമോ? തീർച്ചയായും ഇല്ല. ദൈവം തൻ്റെ മക്കളെ ഒരിക്കലും മറക്കുകയില്ല. കാത്തിരിപ്പിന് കാലം വിശ്വാസത്തെ വളർത്തുന്നു. നമ്മൾ പലപ്പോഴും ഉടനടി ഉത്തരങ്ങൾ ആഗ്രഹിക്കുന്നു, പക്ഷെ ചിലപ്പോൾ ദൈവം നമ്മെ കാത്തിരിക്കാൻ അനുവദിക്കുകയാണ്. കാരണം കാത്തിരിപ്പിന്റെ കാലത്ത് നമ്മുടെ വിശ്വാസം വളരുന്നു, ക്ഷമ പഠിക്കുന്നു, ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാൻ നമ്മൾ മുതിരുന്നു. ദൈവത്തിന്റെ നിശബ്ദത അവന്റെ അഭാവമല്ല, അത് അവന്റെ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാണ്. യേശുവിൻ്റെ അവസാനത്തെ ചോദ്യം അത്
നമ്മോട് ചോദിക്കുന്നതാണ്. മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കാണുമോ? നാം വിശ്വാസത്തിൽ നിലനിൽക്കുമോ എന്നതാണ് ചോദ്യം. പ്രതിസന്ധികൾ വന്നാലും പ്രാർത്ഥനയ്ക്ക് മറുപടി വൈകിയാലും നമ്മുടെ വിശ്വാസം ഉറച്ചു നിൽക്കണം. നമ്മെ പ്രത്യാശയുടെ ഒരു വലിയ സന്ദേശമാണ് ഇത് പഠിപ്പിക്കുന്നത്. ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നു, നമ്മുടെ കണ്ണുനീർ കാണുന്നു, നമ്മുടെ നീതിക്കായി അവൻ തീർച്ചയായും പ്രവർത്തിക്കും. ഇന്ന് നമുക്ക് സ്വയം ചോദിക്കാം, ഞാൻ പ്രാർത്ഥനയിൽ സ്ഥിരത പുലർത്തുന്നുണ്ടോ? ദൈവത്തിൻ്റെ സമയത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? ഉത്തരം വൈകുമ്പോഴും എൻ്റെ വിശ്വാസം ഉറച്ചു നിൽക്കുന്നുണ്ടോ? നമുക്ക് ഒരിക്കലും തളരാതിരിക്കാം, പ്രാർത്ഥനയിൽ തുടർന്ന് നിൽക്കാം, വിശ്വാസത്തിൽ വളരാം. കാരണം ദൈവം തൻ്റെ മക്കളെ ഒരിക്കലും മറക്കുകയില്ല. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് തൻ്റെ സമയത്ത് ഉത്തരം നൽകുകയും അവൻ്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ.